ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. ഇന്ന് നമുക്ക് 3ഉം 4ഉം ശ്ലോകങ്ങൾ നോക്കാം. ശ്രീമദ് നാരായണീയം ദശകം 68 ഗോപീജന പുനഃസമാഗമം. ശ്ലോകം 3. തവ വിഭോ പരാ കോമളം ഭുജം നിജകളാന്തരേ പര്യവേഷ്ടയത് ഗളസമുദ്ഗതം പ്രാണമാരുതം പ്രതിനിരുന്ധതി വാതിഹർഷുല. നമുക്ക് ഈ ശ്ലോകത്തിലെ വാക്കുകൾ പിരിച്ചിട്ട് അർത്ഥം നോക്കാം. തവ വിഭോ പരാ കോമളം ഭുജം നിജ ഗളാന്തരേ പര്യവേഷ്ടയത് ഗള സമുദ്ഗതം പ്രാണ മാരുതം പ്രതിനിരുന്ധതി ഇവാതി ഹർഷുല. നമുക്കിതിലെ വാക്കുകളുടെ അർത്ഥം നോക്കാം. വിഭോ പ്രഭോ, അപര മറ്റൊരു ഗോപിക, തവ അങ്ങയുടെ, കോമളം ഭുജം മനോഹരമായ കൈ, അതിഹർഷുല വലുതായ സന്തോഷത്തോടു കൂടിയവളായി, നിജഗളാന്തരെ തൻ്റെ കഴുത്തിൽ, ഗളസമുദ്ഗതം ഒഴുകിപ്പോകാൻ തുടങ്ങുന്ന പ്രാണമാരുതം പ്രാണവായുവിനെ, പ്രതിനിരുന്ധതി ഇവ തടയാനെന്ന പോലെ, പര്യവേഷ്ടയത് ചുറ്റി. നമുക്കിതിലെ അക്ഷരങ്ങളൊന്ന് നോക്കാം. തവ വിഭോ, ഭോ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. പരാ കോമളം ഭുജം, ഭൂ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. നിജ ഗളാന്തരേ പര്യവേഷ്ടയത്, ഷ്ട എന്നൊക്കെ മൃദുവായിട്ട് പറഞ്ഞാൽ മതി. ഗളസമുദ്ഗതം പ്രാണ മാരുതം പ്രതിനിരുന്ധതി, ഥ എന്നുള്ളത് ന ഥ എന്നാണ്, നന്നായിട്ട് ഊന്നി പറയണം. ഇവാതി ഹർഷുല. തവ വിഭോ പരാ കോമളം ഭുജം നിജഗളാന്തരേ പര്യവേഷ്ടയത് ഗളസമുദ്ഗതം പ്രാണമാരുതം പ്രതിനിരുന്ധതി വാതിഹർഷുല. അടുത്തത് 4ാമത്തെ ശ്ലോകം. അപഗതത്രപാ കാപി കാമിനി തവ മുഖാംബുജാത് പൂഗചർവിതം പ്രതിഗൃഹ്യ തദ് വക്ത്രപങ്കജേ നിദധതി ഗദാ പൂർണ്ണകാമതാം. നമുക്കിതിലെ വാക്കുകൾ പിരിച്ചിട്ട് അർത്ഥം നോക്കാം. അപഗത ത്രപാ കാപി കാമിനി തവ മുഖാംബുജാത് പൂഗചർവിതം പ്രതിഗൃഹ്യ തദ് വക്ത്രപങ്കജേ നിദധതി ഗദാ പൂർണ്ണകാമതാം. നമുക്കിതിലെ വാക്കുകളുടെ അർത്ഥം നോക്കാം. അപഗതത്രപ ലജ്ജ പോയവളായ, കാപി കാമിനി വേറൊരു ഗോപസുന്ദരി, തവ അങ്ങയുടെ, മുഖാംബുജാത് മുഖമാകുന്ന താമരയിൽ നിന്ന്, പൂഗചർവിതം ചവച്ച വെറ്റിലക്കൂട്ടിനെ, പ്രതിഗൃഹ്യ എടുത്തിട്ട്, തത് അത്, വക്ത്രപങ്കജേ തൻ്റെ മുഖപത്മത്തിൽ, നിദധതി വയ്ക്കുന്നവളായി, പൂർണ്ണകാമതാം പരിപൂർണ ഫലസിദ്ധിയാൽ ആഗ്രഹം സാധിച്ചവളായ അവസ്ഥയെ ഗദാ പ്രാപിച്ചു. നമുക്കിതിലെ അക്ഷരങ്ങളൊന്ന് നോക്കാം. അപഗതത്രപാ കാപി കാമിനി തവ മുഖാംബുജാത്, മുഖ ഖ എന്നുള്ളത് നന്നായിട്ട് ഊന്നി പറയണം. പൂഗചർവിതം, ചർവിതം വി മെല്ലെ നൂന്നി പറയണം. പ്രതിഗൃഹ്യ തത് വക്ത്ര, വക്ത്ര എന്നുള്ളത് ശ്രദ്ധിച്ചോളൂ, കാ ത എന്നാണ്. വക്ത്ര പങ്കജേ നിദധതി, ഇവിടെ ദ എന്നുണ്ട്, ദയേലത്തെ ദ എന്ന്, ധ എന്ന് ധനത്തിൻ്റെ, പിന്നെ തീന്നും,
നിദധതി അതൊന്ന് ശ്രദ്ധിച്ച് വായിക്കണം. ഗതാ താ എന്നാണ് ഗതാ. പൂർണ്ണകാമതാം നീട്ടിയിട്ട് മുറുക്കം. അതേപോലെ തത് വക്ത്രപങ്കജേ എന്നാണ് തദ്വ എന്നാണ് എഴുതിയിട്ടുണ്ടാവുക. നമ്മളത് പിരിച്ചിട്ട് ചൊല്ലാം. അത് തത് വക്ത്രപങ്കജേ അങ്ങനെ ചൊല്ലാം. അപഗതത്രപാ കാപി കാമിനി തവ മുഖാംബുജാത് പൂഗചർവിതം പ്രതിഗൃഹ്യ തത് വക്ത്രപങ്കജേ നിദധതി ഗതാ പൂർണ്ണകാമതാം. ഹരിനാരായണ ഗോവിന്ദ ജയ നാരായണ ഗോവിന്ദ. ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.